ഏവരെയും പുതിയ വാർത്തകളിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ തകർക്കാനുള്ള അമേരിക്കൻ ശ്രമം പരാജയപ്പെട്ടതും ഇറാൻ അവരുടെ സമ്പുഷ്ടീകരിച്ച യുറേനിയം അനേകം ട്രക്കുകളിൽ ഇക്കഴിഞ്ഞ മാർച്ചിൽ തന്നെ അവിടെ നിന്ന് മാറ്റിയിരുന്നു എന്ന റിപ്പോർട്ടും ചിത്രങ്ങളും പുറത്തു വന്നത് ഊതിപ്പെരുപ്പിച്ച അമേരിക്കൻ സയനിസ്റ്റ് ശക്തികൾക്ക് ഇറാനെ ഒരിക്കലും ഒതുക്കാൻ കഴിയില്ലെന്ന ബോധ്യത്തിലേക്കാണ് എത്തിച്ചിട്ടുള്ളത്. അമേരിക്കയുടെ ഈ ആക്രമണം മിഡിൽ ഈസ്റ്റിൽ അവരുടെ സ്വാധീന ശക്തിയെ കുറയ്ക്കാൻ കാരണമാകും. തന്നെയുമല്ല, അമേരിക്കയ്ക്ക് ഇനി ഒരിക്കലും ആണവ ചർച്ചയ്ക്കോ ഒരു കരാറിനോ ഇറാനെ ക്ഷണിക്കാൻ കഴിയാത്ത ദോഷമാണ് അവരെ ആക്രമിക്കുന്നതിലൂടെ സംഭവിച്ചിട്ടുള്ളത്. നെതന്യാഹുവിനെ ശാന്തനാക്കാൻ ചെയ്ത കുറ്റകൃത്യം അബദ്ധമായെന്ന പ്രചാരണമാണ് അമേരിക്കയിൽ ട്രംപിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങൾ തെളിയിക്കുന്നത്. ട്രംപ് കരുതിയിരുന്നത് ആണവ കേന്ദ്രത്തെ ആക്രമിച്ച ഉടൻ തന്നെ ഇറാൻ കീഴടങ്ങി അയാളുടെ കാൽച്ചുവട്ടിൽ എത്തുമെന്നാണ്. എന്നാൽ ഈ കണക്കുകൂട്ടലുകളെ അവരുടെ ബങ്കർ ബസ്റ്റർ ബോംബുകളാണ് ചതിച്ചത്. പ്രതീക്ഷിച്ചത്ര ഫലം ഈ ബോംബുകളിൽ നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് സത്യം. ആണവ കേന്ദ്രങ്ങൾക്ക് യാതൊരുവിധ തകരാറോ അതല്ലെങ്കിൽ ചോർച്ചയോ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അക്ഷരാർത്ഥത്തിൽ ട്രംപിനെയും നെതന്യാഹുവിനെയും ഞെട്ടിക്കുക തന്നെയാണ് ചെയ്തത്. എന്നാൽ അതിലും ഭയാനകമായത് ഈ ആക്രമണത്തിന് ശേഷം ഇസ്രയേലിന് നേരിട്ട തിരിച്ചടിയാണ്. രാജ്യം ഇതുവരെ കണ്ടതിലും ഏറ്റവും ഭീകരമായ ആക്രമണമാണ് ഇറാൻ ഒരേ സമയം ഇസ്രയേലിന് മേൽ നടത്തിയിട്ടുള്ളത്. അനേകം വൻകെട്ടിടങ്ങൾ നിലംപൊത്തുകയും നൂറുകണക്കിന് ആളുകൾ കൊല്ലപ്പെടുകയും ആയിരക്കണക്കിന് ആളുകൾക്ക് മാരകമായ പരിക്കേൽക്കുകയുമാണ് ഉണ്ടായത്. പരിക്കേറ്റവരിൽ തന്നെ മരണസംഖ്യ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കെട്ടിടങ്ങൾ തകർന്നു കിടക്കുന്നിടത്ത് മൃതദേഹങ്ങൾ ചിന്നിച്ചിതറിക്കിടക്കുന്ന കാഴ്ചയും നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ഈ ആക്രമണത്തിന് ശേഷവും ഇസ്രായേലിന്റെ നാശങ്ങൾ ചർച്ച ചെയ്യപ്പെടുന്നതിന് പകരം അമേരിക്കൻ ആക്രമണം ഇറാന്റെ പരമാധികാരത്തിന് മേലെയുള്ള ആക്രമണമായി ലോകത്ത് ചിത്രീകരിക്കപ്പെടുമ്പോൾ യഥാർത്ഥത്തിൽ ഇറാൻ സഹതാപം നേടുകയാണ് ഉണ്ടായത്. അമേരിക്ക ഈ അതിക്രമം ചെയ്തതിന് ശേഷവും മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ താവളങ്ങളെ ആക്രമിക്കാൻ ഇറാൻ തയ്യാറാവാത്തതും ഈ സഹതാപം നിലനിർത്താൻ വേണ്ടിയുള്ളതാണ്. ദുർബല രാജ്യത്തെ ശക്തരായ രാജ്യങ്ങൾ അടിച്ചൊതുക്കാൻ ശ്രമിക്കുന്നു എന്ന സഹതാപത്തിൽ നിന്നാണ് ഇറാന് ആണവായുധങ്ങൾ നൽകാൻ തയ്യാറുള്ള രാജ്യങ്ങളുണ്ടെന്ന് റഷ്യയുടെ മുൻ പ്രസിഡന്റ് ദിമിത്രി മെദവദേവിന്റെ പ്രഖ്യാപനമുണ്ടായത്. അദ്ദേഹം പുടിന്റെ സുരക്ഷാ കൗൺസിലിന്റെ തലവനാണെന്ന് പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ പ്രഖ്യാപനത്തിന് തൊട്ട് പിന്നാലെ ഭാവി പരിപാടികൾ ചർച്ച ചെയ്യാനെന്ന വ്യാജേന റഷ്യയിലേക്ക് വണ്ടി കയറിയ ഇറാന്റെ വിദേശകാര്യമന്ത്രി ഇറാൻ റഷ്യ ആണവ കൂട്ടുകെട്ടിന്റെ സൂചനയാണ് നൽകുന്നത്. അതുമാത്രമല്ല, അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും കൺവെട്ടത്തുണ്ടായിരുന്ന ഇറാന്റെ ആണവ ബോംബിനുള്ള സാമഗ്രികൾ മറ്റെവിടേക്ക് ഇറാൻ മാറ്റിയതിലൂടെ കുപ്പിയിലെ ഭൂതത്തെ തുറന്നുവിട്ടതുപോലെയായി കാര്യങ്ങൾ. ഈ സാമഗ്രികൾ ഇറാനിൽ റഷ്യ നിർമ്മിക്കുന്ന ആണവ കേന്ദ്രത്തിലേക്കാണ് പോയത് എന്നുള്ള വ്യാഖ്യാനങ്ങൾ ഉണ്ടാകുമ്പോൾ അത് അമേരിക്കയ്ക്കും ഇസ്രായേലിനും തൊടാൻ കഴിയാത്ത അകലത്തിലായിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. റഷ്യ നിർമ്മിക്കുന്ന ആണവ കേന്ദ്രത്തെ ആക്രമിക്കാൻ അമേരിക്ക ധൈര്യപ്പെടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു ദോഷവശവും. ഇറാന് മേൽ നടത്തിയ ആക്രമണത്തിൻ്റെ വിജയം അവകാശപ്പെടുന്നത് ലോകത്തെ രണ്ട് പേർ മാത്രമാണ്. അത് ട്രംപും നെതന്യാഹുവും മാത്രമാണ്. ഇത് ഇറാന്റെ മേൽ ഒരു യുദ്ധവിജയം അവകാശപ്പെട്ടുകൊണ്ട് ഈ യുദ്ധത്തിൽ നിന്നും പിന്മാറാനുള്ള നെതന്യാഹുവിൻ്റെ ഒരു തന്ത്രമാണ്. അതുകൊണ്ട് തന്നെ ഇറാൻ ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ അതിനെ തടയാൻ കഴിയാതെ ഒരു യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നെതന്യാഹു നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇറാൻ അതിന് വഴങ്ങുന്നില്ല എന്നുള്ളതാണ് വസ്തുത. അവർ ഇപ്പോഴും വീണ്ടും ആക്രമണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. തന്നെയുമല്ല, ഇറാൻ അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ വർദ്ധിപ്പിച്ചത് കാരണം ഇസ്രായേലിനെ കഴിഞ്ഞ ദിവസങ്ങളിലെ പോലെ ഇറാനെ ഇപ്പോൾ കൂടുതൽ ആക്രമിക്കാനും കഴിയുന്നില്ല. അതുകൊണ്ടൊക്കെയാണ് നെതന്യാഹു ഇപ്പോൾ യുദ്ധം നിർത്തണം എന്ന ആവശ്യം ഉന്നയിക്കുന്നത്. ഈ ആവശ്യം ഉന്നയിക്കുന്നതാണ് ആധുനിക യുദ്ധത്തിലെ പരാജയം എന്ന് പറയുന്നത്. അതല്ലാതെ പണ്ടുകാലത്തെ രാജാക്കന്മാർ ചെയ്തിരുന്നത് പോലെ യുദ്ധപരാജയം സംബന്ധിച്ചുകൊണ്ട് തറയിൽ വാളും പരിചയമെല്ലാം വെച്ചുകൊണ്ട് വിജയിച്ച രാജാവിൻ്റെ മുന്നിൽ തോറ്റയാൾ തല കുടിച്ചു നിൽക്കുകയോ അതല്ലെങ്കിൽ അയാളെ വെട്ടിക്കൊല്ലുന്നതോ ഒക്കെ ആയ ഒരു സമ്പ്രദായം ഈ ആധുനിക യുദ്ധത്തിൽ ഇല്ല. അതുകൊണ്ട് തന്നെ ഞങ്ങൾ യുദ്ധം അവസാനിപ്പിക്കുന്നു, ഇനി ഞങ്ങൾ യുദ്ധത്തിനില്ല എന്ന് പറയുന്നത് പരാജയം തന്നെയാണ്. ഇറാനെ ആദ്യം കടന്നാക്രമിച്ച് കണക്കിലധികം തിരിച്ചു കിട്ടിയപ്പോൾ ഇപ്പോൾ യുദ്ധം അവസാനിപ്പിക്കാൻ മധ്യസ്ഥരെ ക്ഷണിക്കുന്നത് നെതന്യാഹുവിലെ ഭീരുത്വമാണെന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി യുദ്ധം അവസാനിപ്പിച്ചാൽ പോലും ഇസ്രായേലിന് മിഡിൽ ഈസ്റ്റിൽ തലപൊക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സത്യം. ഇറാന്റെ കണ്ണ് ഇനി അവർക്ക് മേലുണ്ടാകും. ഇറാനുമായി നേർക്ക് നേർ നിന്ന് ഏറ്റുമുട്ടാൻ ഇസ്രായേലിന് കഴിയില്ല എന്ന് അവർക്കിപ്പോൾ ബോധ്യപ്പെട്ടിരിക്കുകയാണ്.
ഇറാന്റെ ആയുധങ്ങളോട് പിടിച്ചു നിൽക്കാൻ കഴിയുന്ന ഒരായുധവും ഇപ്പോൾ നെതന്യാഹുവിൻ്റെ ഈശയിലുമില്ല. അതുകൊണ്ട് ഇനി മുതൽ ഇറാനെ പ്രകോപിപ്പിക്കാതിരിക്കാനാവും ഇസ്രയേലോ നെതന്യാഹു ഒക്കെ ശ്രമിക്കുക. ഇറാന്റെ ശക്തിയെ തിരിച്ചറിയാൻ ഞങ്ങൾക്ക് സാധിച്ചില്ല എന്ന ഇസ്രയേലിന്റെ പ്രതിരോധ മന്ത്രി കാറ്റ്സ് തന്നെ ഏറ്റുപറയേണ്ടി വന്നത് ഇസ്രയേൽ സൈനികമായും സാമ്പത്തികമായും ദുർബലമായിരിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ്. ഈ ദുർബലത കാലങ്ങളോളം അവരെ പിന്തുടരും. ഇതിൽ നിന്നും പെട്ടെന്നൊന്നും അവർക്ക് കരകയറാൻ പറ്റില്ല എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ഇനിയും യുദ്ധങ്ങൾ ഉണ്ടാവാതിരിക്കാനാവും ഇസ്രയേൽ ശ്രമിക്കുക. ഇത്രയും കാലം ഉണ്ടാക്കിയത് മുഴുവൻ നശിച്ചു പോയിരിക്കുകയാണ്. ഇതുവരെ ഏറ്റവും സുരക്ഷിതമായ രാജ്യം എന്നൊക്കെ വീമ്പടിച്ചിരുന്ന ഇസ്രയേൽ ഇപ്പോൾ ഒട്ടും സുരക്ഷിതമില്ലാത്ത രാജ്യമായി മാറിയിരിക്കുകയാണ്. ശരിക്കും ഇറാന്റെ ആണവ കേന്ദ്രങ്ങളെ ട്രംപിന് ആക്രമിച്ച് നശിപ്പിക്കാൻ കഴിയുമെന്ന് വിശ്വസിച്ച നെതന്യാഹു കബളിപ്പിക്കപ്പെടുകയാണ് ഉണ്ടായത്. ഇരുവരും നിത്യവും ഉണ്ടാകുന്ന ഫോൺ സംഭാഷണത്തിലൂടെ ട്രംപിൽ കൂടുതൽ വിശ്വാസമർപ്പിച്ചതാണ് നെതന്യാഹുവിന് ആത്മവിശ്വാസം വർദ്ധിച്ചതും ഇറാനെ അങ്ങോട്ട് കയറി ആക്രമിക്കാൻ അവർ ധൈര്യപ്പെട്ടതും. നമ്മളത് യുദ്ധം തുടങ്ങി വെച്ച് കൊടുത്താൽ മതി, ബാക്കിയെല്ലാം അമേരിക്ക കൈകാര്യം ചെയ്തുകൊള്ളും എന്നാണ് ഈ നെതന്യാഹു ഓർത്തത്. ഇക്കാര്യത്തിൽ ട്രംപ് ബുദ്ധിമാൻ തന്നെയാണ്. അയാൾ ശരിക്കും യുദ്ധത്തിൽ നിന്നും മാറി നിൽക്കുകയായിരുന്നു. അതല്ലാതെ ട്രംപ് ആദ്യമേ തന്നെ ഈ യുദ്ധത്തിൽ പങ്കെടുത്തിരുന്നെങ്കിൽ ഇതിനകം തന്നെ മിഡിൽ ഈസ്റ്റിലുള്ള അവരുടെ താവളങ്ങളെ ഇറാൻ ആക്രമിച്ച് തരിപ്പണമാക്കുമായിരുന്നു. ഇതാകുമ്പോൾ ട്രംപ് ഒറ്റ ആക്രമണം നടത്തി അതിന് ഫലപ്രാപ്തി കണ്ടില്ലെങ്കിൽ പോലും ഇറാനെ ആക്രമിച്ചു എന്ന് അവർക്ക് അവകാശപ്പെടാൻ പറ്റും. അതിനപ്പുറത്ത് വലിയ കാര്യമായ ഫലമൊന്നും ഉണ്ടാവില്ല. എങ്കിലും പേടിച്ചു മാറി നിന്നു എന്ന് ആരും പറയില്ല. അതിനുവേണ്ടി മാത്രമാണ് ട്രംപ് ഇത് ചെയ്തത്. ഇനി പലസ്തീൻ്റെ മേലുള്ള ഇസ്രായേലിൻ്റെ പിടി പിടിയിക്കുക എന്നുള്ളതാവും ഇറാൻ്റെ അടുത്ത ലക്ഷ്യം. പലസ്തീൻ സ്വതന്ത്രമാവാതെ മിഡിൽ ഈസ്റ്റ് പ്രശ്നങ്ങൾ ഒരിക്കലും അവസാനിക്കില്ല എന്നുള്ളതാണ് വാസ്തവം. ഇസ്രായേലിന് മേൽ പൂർണ്ണമായ ഇറാനിയൻ ആക്രമണങ്ങളെ തടയണമെന്നുണ്ടെങ്കിൽ ഗസയിൽ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണവും പരിഗണിക്കേണ്ടി വരും. തന്നെയുമല്ല, ഇറാന്റെ പ്രധാനപ്പെട്ട സൈനിക തലവന്മാരെയും ആണവ സയന്റിസ്റ്റുകളെയും കൊന്ന കണക്കുകൾ വേറെ നിൽപ്പുണ്ട്. ഒരു ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലിന് ഇസ്രായേലിലെ ഒരുപാട് വീടുകളെ തകർക്കാൻ കഴിയുമെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. ഗസയിൽ IDF ചെയ്ത അതേ രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇറാനും ഇസ്രായേലിൽ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നെയുമല്ല, ഇറാന്റെ ആണവ കേന്ദ്രത്തെ ആക്രമിച്ചതിന് പകരമായിട്ട് ഇന്നലെ ഇസ്രായേലിലെ ഒരു ജൈവായുധ കേന്ദ്രവും ഇറാൻ പൂർണ്ണമായും നശിപ്പിച്ചിട്ടുണ്ട്. ഈ കേന്ദ്രത്തിൽ നിന്നാണ് ഇറാൻ ഇതിനു മുമ്പ് അവർ പലതവണ ആക്രമിച്ച ജൈവായുധങ്ങൾ നിർമ്മിച്ചിരുന്നതെന്നും ലോകത്ത് മൊസാദ് ഉപയോഗിക്കുന്ന പല വിഷവാതകങ്ങളും നിർമ്മിച്ചിരുന്നത് ഈ കേന്ദ്രത്തിൽ നിന്നാണെന്നും ഇറാന് വ്യക്തമായിട്ട് അറിയാവുന്നത് കൊണ്ട് അവർ ആ കേന്ദ്രം പൂർണ്ണമായും അടിച്ച് തകർക്കുകയാണ് ഉണ്ടായത്. അത് ഇസ്രായേലിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം അവരുടെ ലാബ് നഷ്ടപ്പെടുത്തിയതുപോലെ തന്നെ ഒരു വലിയ നഷ്ടം തന്നെയാണ്. ശരിക്കും അതൊരു വിഷ ഫാക്ടറി തന്നെയാണ്. ലോകത്ത് വിഷം വിതച്ചുള്ള ആക്രമണങ്ങൾ ചെയ്യാൻ ഇസ്രായേലിനെ സഹായിച്ചിരുന്ന ഒരു പ്രധാന കേന്ദ്രമായിരുന്നത്. മൊസാദിന്റെ അണ്ടറിലാണ് ഈ കേന്ദ്രങ്ങൾ ഉണ്ടായിരുന്നത്. അതെല്ലാം ഇറാൻ ഇന്നലെ അടിച്ച് തകർത്തിട്ടുണ്ട്. ഇറാന്റെ ആക്രമണം ഇങ്ങനെ ഇടതടവില്ലാതെ തുടരുന്നത് കൊണ്ട് ഓരോ ദിവസവും ആയിരക്കണക്കിന് ആളുകളെയാണ് ഇപ്പോൾ ഇസ്രായേലിനെ മാറ്റിപ്പറപ്പിക്കേണ്ടി വരുന്നത്. ഈ ആക്രമണങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കാൻ സർക്കാരിന് കഴിയാത്തത് കൊണ്ട് അവരോട് സൈപ്രസ് പോലുള്ള രാജ്യങ്ങളിലേക്ക് രക്ഷപ്പെടാനാണ് നിർദ്ദേശിക്കുന്നത്. ഇതിനകം തന്നെ ഒരുപാട് ആളുകൾ സൈപ്രസിലേക്ക് ഈ ക്രൂയിസ് കപ്പലുകൾ വഴി രക്ഷപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വീഡിയോകളുണ്ട്. 10,000-കണക്കിന് ആളുകളാണ് ഈ കപ്പലുകളിൽ കയറി രക്ഷപ്പെടുന്നത്. എങ്ങനെയെങ്കിലും ജീവൻ രക്ഷപ്പെട്ടാൽ മതി, ബാക്കി എല്ലാം ഇവിടെ ഉപേക്ഷിച്ചിട്ട് അവർ പോവുകയാണ്. ഈ ആളുകൾ ഇങ്ങനെ പോകുന്നതിൻ്റെ തിരക്ക് കാരണം ഇന്ന് മുതൽ അത്യാവശ്യ വിമാന സർവീസുകൾ ആരംഭിക്കാമെന്ന് ഇസ്രായേലിന്റെ വിമാന കമ്പനികൾ ഉറപ്പ് നൽകിയിട്ടുണ്ട്. അവരുടെ ഒരുപാട് വിമാനങ്ങൾ ഇറാൻ അടിച്ച് തകർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഇപ്പോൾ ഇങ്ങനെ സർവീസ് നടത്തുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുകളുണ്ട്. ഇറാന്റെ ആക്രമണത്തിൽ എയർപോർട്ടിനും മറ്റ് സംവിധാനങ്ങൾക്കൊക്കെ കുറെ തകരാറുണ്ടെങ്കിലും റൺവേക്ക് കാര്യമായി തകരാറില്ലാത്തത് കൊണ്ട് അവർക്കിപ്പോൾ താൽക്കാലികമായിട്ട് 2-3 സർവീസുകൾ ആരംഭിക്കാൻ കഴിയും. അത് ജനങ്ങളെ ഇവിടുന്ന് ഒഴിപ്പിക്കാൻ വേണ്ടി മാത്രമുള്ളതാണ്. തന്നെയുമല്ല, വിദേശത്ത് ജൂതർക്കെതിരായി ഒരുപാട് ആക്രമണങ്ങൾ നേരിടുന്നതുകൊണ്ട് അതിൽ പലരും രാജ്യത്തേക്ക് തിരിച്ചു വരണം എന്ന് താല്പര്യപ്പെടുന്നുണ്ട്. അവരെയും കൊണ്ടുവരാൻ വേണ്ടിയൊക്കെയാണ് ഇപ്പോൾ ഈ വിമാന സർവീസ് ഇങ്ങനെ ആരംഭിക്കുന്നത്. ഇസ്രായേലിനെ സംബന്ധിച്ച് ജനങ്ങൾക്കിപ്പോൾ ഒരു രക്ഷയില്ലാത്തതുകൊണ്ട് എങ്ങനെയെങ്കിലും താല്പര്യമുള്ളവർ രാജ്യത്ത് നിൽക്കട്ടെ, അല്ലാത്തവർ ഇവിടുന്ന് വിട്ട് സൈപ്രസിൽ എവിടെയെങ്കിലും പോയി നിൽക്കട്ടെ എന്നുള്ളൊരു നിലപാട് കൊണ്ടാണ് ഈ ജനങ്ങളെ സർക്കാർ ഇങ്ങനെ സഹായിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ ഇസ്രായേലി ജനങ്ങൾ ഇങ്ങനെ ബങ്കറിലൊക്കെ ഒളിച്ചു കഴിഞ്ഞ് അവിടുന്ന് ഏതെങ്കിലും വിധത്തിൽ രാജ്യം വിടാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഇറാനിൽ നേരെ തിരിച്ചാണ് ഉണ്ടാകുന്നത്. ഇറാനെ സംബന്ധിച്ച് ആ രാജ്യത്ത് ജനങ്ങൾ വളരെ ഫ്രീ ആയിട്ട് നടക്കുന്നത് നമുക്ക് വീഡിയോകളിലും ഫോട്ടോകളിലൊക്കെ കാണാൻ കഴിയും.
അവർ കോഫി ബാറുകളിൽ ഇരിക്കുന്നതും പിന്നെ മാർക്കറ്റും മറ്റു കാര്യങ്ങളെല്ലാം സാധാരണ പോലെ തുറന്ന് അവിടെ കച്ചവടങ്ങൾ നടക്കുന്നതൊക്കെ നമുക്ക് കാണാൻ കഴിയും. നമ്മുടെ നാട്ടിലുള്ള പ്രചാരണം ഇറാൻ മുഴുവൻ തീർന്നു എന്നുള്ള രീതിയിലാണ്. ഇറാനിൽ ഇനി ഒന്നും ബാക്കിയില്ല, മൊത്തം തീർന്നു എന്നൊക്കെയാണ് നമ്മുടെ ചില മീഡിയകൾ ഇവിടെ റിപ്പോർട്ട് ചെയ്യുന്നത്. ചില യൂട്യൂബർമാരാണ് ഈ പണി ചെയ്യുന്നത്. ചുമ്മാ അങ്ങ് അടിച്ചു വിടുക, വേറൊന്നുമില്ല പറയാൻ. അതുകൊണ്ട് ഇങ്ങനെ ഇറാൻ തകർന്നു കേട്ടോ, ഇറാൻ തീർന്നു, ഇനി ഇറാനിലോട്ട് പോയിട്ട് കാര്യമൊന്നുമില്ല എന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ചിരി വരും. എന്തായാലും ഇറാനിയൻ മിസൈലുകൾ തീഗോളങ്ങളായി ഇസ്രായേലിനെ വിഴുങ്ങുമ്പോൾ നെതന്യാഹുവും ഒരു യുദ്ധവിരാമം ആഗ്രഹിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ മുഴുകുന്ന ചിത്രങ്ങളും ഇന്നലെ മുതൽ പുറത്തു വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്.